ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷ ഇങ്ങ് വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി പരീക്ഷയുടെ അവസാന റൗണ്ടപ്പിലാണ്. എല്ലാവരും റിവിഷനൊക്കെ കഴിഞ്ഞ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ കുറേ പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി കാണുന്നത്. അതായത് ഒന്നിലധികം ചോദ്യങ്ങളായി അത് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിലെ നമ്മുടെ സിലബസുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് തിയറി മാത്രമുള്ള കുറേ കാര്യമാണ്. ഒരുപക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ വനം എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർവചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വനം, എന്താണ് കാട്, എന്താണ് വനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ്. അതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണ്, ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ട്, ഇൻഡയറക്റ്റഡ് ബെനിഫിറ്റ് ഉണ്ട് അല്ലേ. അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് വനം എന്ന് ചോദിച്ചാൽ നോക്കൂ, 0.5 ഹെക്ടറിൽ അല്ലെങ്കിൽ 0.5 ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതി ഉള്ളതും 5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മരങ്ങളും 10% കൂടുതൽ മരങ്ങളുടെ മേലാപ്പ് അല്ലെങ്കിൽ വനവിസ്തീർണം അല്ലെങ്കിൽ മരങ്ങളുടെ ആവരണമുള്ളതുമായ ഭൂമിയെ അല്ലെങ്കിൽ ഈ പരിധിയിൽ എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ ഉൾപ്പെട്ട ഭൂമിയെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വിളിക്കാം? വനം എന്ന് വിളിക്കാം. അങ്ങനെയുള്ളവയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? വനം എന്ന് വിളിക്കാം. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ്, എക്സാമിന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടൊരു നിർവചനമുണ്ട്. എന്നാൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായും വനത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ, വനത്തിന് എന്തൊക്കെ ഉപയോഗമുണ്ട്, നമുക്ക് നാച്ചുറലി തന്നെ പെട്ടെന്ന് പറയാൻ പറ്റും. കാലാവസ്ഥാ നിയന്ത്രണത്തിൽ നമുക്ക് വനം വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മുടെ മനുഷ്യരെ കുറേയധികം രക്ഷിക്കുന്നത് വനങ്ങളാണെന്ന് നമുക്കറിയാം അല്ലെ. അതേപോലെ തന്നെ മണ്ണിന്റെ ജലാംശം നിലനിർത്തുന്നതിലും മരുഭൂമിവൽക്കരണം തടയുന്നതിലുമൊക്കെ വനങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സഹായം ചെയ്യുന്നുണ്ട്. അതായത് വനങ്ങളുടെ പ്രയോജനങ്ങൾ നമ്മൾ നോക്കിയാൽ പ്രധാനമായും നമ്മളുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ശരിയല്ലേ? കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മഴ ഉണ്ടാകാനും അല്ലെ, മഴ ഉണ്ടാക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. മഴമേഘങ്ങൾ ഈ പറയുന്ന മരങ്ങളിൽ വെച്ചിട്ട് ഘനീഭവിച്ചിട്ട് അത് മഴയായി പെയ്യിപ്പിക്കുന്ന രീതി കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഈ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഈ മഴ ഉണ്ടാക്കുന്നു, ഈ മഴയിലെ വെള്ളം താഴെ വരുന്നു, അവിടെ പതിക്കുന്ന ആ ജലത്തെ നിലനിർത്താൻ, ഭൂമിയിൽ നിലനിർത്തുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട് ആര്? ഫോറസ്റ്റ് എന്നുള്ളത് അല്ലെ. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ജലചംക്രമണം, അതായത് മണ്ണിന്റെ ജലാംശത്തിന്റെ അളവ് നിലനിർത്തുക, അതിൽ വലിയ രീതിയിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന ഭൂഗർഭജലത്തിന്റെ അളവ് നിലനിർത്തുന്നതിലും ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതിൽ വനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഗുണം തരുന്നുണ്ട്. ജൈവ വൈവിധ്യത്തെ പരിപോഷിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ നോക്കൂ, വിനോദം, സാംസ്കാരിക പ്രചോദനം, ക്ഷേമ നേട്ടങ്ങൾ എന്നിവയിൽ വനങ്ങൾ, അതൊരു നല്ല പോയിന്റാണ്. നമുക്ക് അഥവാ ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷേമ നേട്ടങ്ങൾ എന്നത് വനത്തിന്റെ ഒരു പ്രയോജനത്തിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. ക്ഷേമ നേട്ടങ്ങൾ, സാംസ്കാരിക പ്രചോദനം, വനം അതായത് ഗോത്രവർഗ സംസ്കാരങ്ങളെ നിലനിർത്തുക, അവരുടെ ശില്പങ്ങളെ നിലനിർത്തുക, അത്തരം സാംസ്കാരികതയെ ഭൂമിയിലെ മറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുക, അത്തരം രീതിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഫോറസ്റ്റ് സഫാരികൾ നടത്താറുണ്ട് അല്ലെ, വനത്തിൽ യാത്ര ചെയ്യാറുണ്ട്. ഇത്തരം രീതികളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് വനത്തിന്റെ പ്രയോജനമായി നമുക്ക്. അതുപോലെ തന്നെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ദൈനംദിന ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. ഓക്സിജൻ പുറത്തുവിട്ടും അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് പ്രകൃതിയിൽ നിലനിർത്തിക്കൊണ്ടും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അമിതമായിട്ടുള്ള പുറന്തള്ളലിൽ നിന്ന് നമ്മളെ വലിയൊരു പരിധിയിൽ സംരക്ഷിക്കുന്നതിലും ആഗോളതാപനത്തിൽ നിന്നും നമ്മളെ സംരക്ഷണ കവചമായി സൂക്ഷിക്കുന്നതിലും ഒക്കെ വ്യക്തമായ പങ്ക് ആര് തരുന്നുണ്ട്? വനങ്ങൾ നൽകുന്നുണ്ട്. അങ്ങനെ ഈ വനങ്ങൾ എന്ന് പറയുന്നതിൽ നമുക്ക് കുറേ നിർവചനങ്ങൾ ഈ രീതിയിൽ പറയാൻ പറ്റും. പക്ഷേ
നമ്മളുടെ പരീക്ഷാ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, എന്താണ് NTFP? അതിൽ ഓപ്ഷനിൽ പറയുന്നുണ്ട് കടുവകൾക്ക് വരുന്ന രോഗം, തടി ഇതര ഉൽപ്പന്നങ്ങൾ, അങ്ങനെ കുറെ 4 ഓപ്ഷനായിട്ട് തന്നിട്ടുമുണ്ട്. എന്താണ് NTFP എന്നുള്ളത് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നതായിട്ട് കാണാനും പറ്റും. അപ്പോൾ എന്താണ് NTFP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തടി ഒഴികെയുള്ള വന ഉൽപ്പന്നങ്ങളെയോ അതിൻ്റെ സേവനങ്ങളെയോ നമുക്ക് എങ്ങനെ പറയാം? NTFP എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ? നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്റ്റ്. നോൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് എന്നാണ് NTFP നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത്. അപ്പോൾ തടി ഒഴികെയുള്ള ഉൽപ്പന്നങ്ങൾ, അതിൽ നമ്മൾ കുറേയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ, പുല്ലുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യങ്ങൾ, മരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങളെയാണ് മരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങൾ, ഇവയൊക്കെ തന്നെ നമ്മൾ NTFPയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് പുല്ലുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യങ്ങൾ, മരുന്ന് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ചെറിയ സസ്യങ്ങൾ, മൃഗങ്ങൾ, വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ, ഇവയൊക്കെ തന്നെ എന്താണ്? NTFPക്ക് ഉദാഹരണമാണ്, നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ NTFP കുറേ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, നോക്കാണ്ട് പോവണ്ട. നല്ലൊരു പോയിന്റാണ്. NTFP എന്നാൽ എന്ത്? അപ്പോൾ അതിനകത്ത് ഓപ്ഷനിൽ കടുവയുടെ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമല്ല, തടി ഇതര ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? വനത്തിലുള്ള തടി ഇതര ഉൽപ്പന്നങ്ങളെ നമ്മൾ NTFP എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ജീവിയ അജീവിയ ഘടകങ്ങൾ എന്തൊക്കെ? വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ജീവിയ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. ജീവിയ ഘടകങ്ങൾ എന്തൊക്കെ? ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ജീവിയ ഘടകങ്ങൾ. ഒരു വനത്തിൽ ചെന്നാൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ജീവിയ ഘടകങ്ങൾ എന്തൊക്കെയുണ്ട്? നമുക്ക് പറയാം, സസ്യങ്ങൾ ഇല്ലേ, അതുപോലെ പായലുകൾ ഇല്ലേ, ആൽഗകൾ ഇല്ലേ, പുൽച്ചെടികൾ ഇല്ലേ, മൃഗങ്ങൾ ഇല്ലേ, പക്ഷികൾ ഇല്ലേ, ചെറുപ്രാണികൾ ഇല്ലേ, ഇവയൊക്കെ എന്താണ്? ജീവിയ ഘടകമാണ്. അത് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുന്നതിൽ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആപ്തവാക്യമുണ്ട്, കാട്ടിൽ കടുവ കുറഞ്ഞാൽ നാട്ടിൽ മഴ കുറയും. കാട്ടിൽ കടുവ കുറഞ്ഞാൽ നാട്ടിൽ മഴ കുറയും എന്ന് പറഞ്ഞ് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ക്യാപ്ഷൻ ഉണ്ട്, ഒരു കോട്ട് ഉണ്ട്. എന്താണ്? കാട്ടിൽ കടുവ കുറഞ്ഞാൽ നാട്ടിൽ മഴ കുറയും എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കാട്ടിൽ കടുവ കുറയുമ്പോൾ നാട്ടിൽ മഴ എങ്ങനെ കുറയും? അതൊരു വലിയ പോയിന്റ് അല്ലേ? ഒരു ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ആധികാരികമായിട്ടുള്ളൊരു കോട്ടാണ്. കാട്ടിൽ കടുവ കുറഞ്ഞാൽ നാട്ടിൽ മഴ കുറയും. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് അതിൽ? നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പോ കാട്ടിൽ കടുവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ കാട്ടിൽ കടുവ കുറഞ്ഞാൽ നാട്ടിൽ മഴ കുറയുമെന്ന് വന്നാൽ, കടുവ എന്ന് പറയുന്നത് ഒരു മാംസഭുക്കാണ്. അത് ഈ പറയുന്ന സസ്യഭുക്കുകളായിട്ടുള്ള ജീവജാലങ്ങളെ കൊന്ന് ഭക്ഷണമാക്കി ഒരു ആഹാര ശൃംഖലാ ജാലികയെ കൃത്യമായി നിലനിർത്തുന്നതിൽ വലിയ അഭിവാജ്യ ഘടകമാണ് അല്ലെ മാംസഭുക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഇപ്പൊ കേരളത്തിന്റെ വനത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു മാംസഭുക്കാണ് പുലികൾ അല്ലെങ്കിൽ കടുവകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ കാട്ടിൽ കടുവ കുറഞ്ഞാൽ സ്വാഭാവികമായും സസ്യഭുക്കുകളായിട്ടുള്ള ജീവികളുടെ എണ്ണം വർദ്ധിക്കും. അവര് സ്വാഭാവികമായും കാട്ടിലുള്ള സസ്യസമ്പത്തുകൾ വലിയ രീതിയിൽ ഭക്ഷിച്ചു തീർക്കാൻ തുടങ്ങും. കാര്യം അവർക്ക് എണ്ണത്തിൽ കൂടുതലാകുമ്പോൾ അവർക്ക് കൂടുതൽ ഫുഡ് ഡിമാൻഡബിൾ ആകും. അപ്പോൾ അവർ കൂടുതൽ വനത്തെ അവർ ഭക്ഷിക്കാൻ തുടങ്ങും. അങ്ങനെ വനത്തിൽ സസ്യങ്ങളുടെ ലഭ്യത കുറയാൻ തുടങ്ങും, ഭക്ഷണ ലഭ്യത കുറയും. അങ്ങനെ സ്വാഭാവികമായും വനത്തിന്റെ അളവ് കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ മഴയുണ്ടാകാനുള്ള സാധ്യത കുറയും. അതിനെക്കുറിച്ചാണ് ആ സെന്റൻസ് പറയുന്നത്, കാട്ടിൽ കടുവ കുറഞ്ഞാൽ നാട്ടിൽ മഴ കുറയും. അപ്പോ ജീവിയ ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ, ജീവിയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ, കുറ്റിച്ചെടികൾ, ആൽഗകൾ, പായലുകളുണ്ട്. അതുപോലെ മൃഗങ്ങൾ, പക്ഷികൾ, ചെറുപ്രാണികൾ എന്നിവയും എന്താണ്? ജീവിയ ഘടകമാണ്. എന്നാൽ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന, എന്നാൽ വനത്തിലുള്ള അജീവീയ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അജീവീയ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജലം, അതുപോലെ പാറകൾ, ശിലകൾ, അതുപോലെ തന്നെ മണ്ണ്. ജലം, പാറകൾ അല്ലെങ്കിൽ ശിലകൾ,
അതുപോലെ തന്നെ മണ്ണ് എന്നിവ എന്ന് പറയുന്നാൽ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതും എന്നാൽ അജീവിയമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ പറയുന്ന അജീവിയ ഘടകങ്ങൾ എന്ന് വിളിക്കുക. ജലം, ശിലകൾ, അതേപോലെ തന്നെ മണ്ണ് എന്നിവ എന്താണ്? അജീവിയ ഘടകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അജീവിയ ഘടകങ്ങളിൽ ജലം, ശിലകൾ, മണ്ണ് എന്നിവ എന്താണ്? അജീവിയ ഘടകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫാക്ടറാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഓർത്തു വെക്കുക. അതുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വനങ്ങളുടെ പ്രത്യക്ഷ നേട്ടങ്ങളും പരോക്ഷ നേട്ടങ്ങളും. മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വനങ്ങളുടെ പ്രത്യക്ഷ നേട്ടങ്ങൾ എന്തൊക്കെ, പരോക്ഷ നേട്ടങ്ങൾ എന്തൊക്കെ. പ്രത്യക്ഷ നേട്ടങ്ങൾ എന്തൊക്കെ, പരോക്ഷ നേട്ടങ്ങൾ എന്തൊക്കെ. എന്തൊക്കെയുണ്ട് പ്രത്യക്ഷ നേട്ടങ്ങൾ? അപ്പൊ മനസ്സിൽ അത് പറയുമ്പോൾ വനത്തെ കൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന, നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ, അതുപോലെ തന്നെ പരോക്ഷ നേട്ടങ്ങൾ. കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് വനം കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെ. നല്ല രീതിയിൽ ചോദിക്കും കേട്ടോ. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നേട്ടങ്ങൾ എന്തൊക്കെ, പരോക്ഷ നേട്ടങ്ങൾ എന്തൊക്കെ എന്നുള്ള പാറ്റേണിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യക്ഷ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കൂ, തടി അല്ലെ, ഒരു വുഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ തടി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നിർമ്മാണ ആവശ്യത്തിനായുള്ള തടി പ്രദാനം ചെയ്യുന്നു എന്നതൊരു പോയിന്റാണ്. അതുപോലെ ഫലങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, മറ്റ് കായ്കനികൾ എന്നിവ വനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫലങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ, മറ്റ് കായ്കനികൾ എന്നിവ വനത്തിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷാൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റ ലഭിക്കുന്നു. ഒരു PSC ഒരിക്കൽ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളതാണ്. കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റ ലഭിക്കുന്നു എന്നത് വനത്തിന്റെ ഒരു പ്രത്യക്ഷ നേട്ടമായി കാണുന്നു. അതുപോലെ വന്യജീവികൾക്ക് ആവാസം അല്ലെങ്കിൽ വാസസ്ഥലം ഒരുക്കുന്നു എന്നതും എന്താണ്? വനത്തിന്റെ പ്രത്യക്ഷമായ നേട്ടമാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും അതൊക്കെ അല്ലെ. നിർമ്മാണ ആവശ്യത്തിന് തടി നമുക്ക്, അതുപോലെ ഫലങ്ങൾ, പൂക്കൾ, കായ്കനികൾ എന്നുള്ളവയൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. കന്നുകാലികളുടെ തീറ്റ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അതുപോലെ വന്യജീവികൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. അവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചെറുപ്രാണികളുണ്ട് അല്ലെ, അങ്ങനെയുള്ള ജീവജാലങ്ങളുടെ വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. എന്നാൽ പരോക്ഷ നേട്ടങ്ങൾ നോക്കിയാലോ, വനങ്ങൾ ഒരു പ്രദേശത്തിന്റെ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നു. അത് നമുക്കറിയാം. അത് നമുക്ക് എങ്ങനെ അറിയാം? തണലിലൂടെയും അതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു നേർത്ത തണുപ്പ് ലഭിക്കുന്നതിലൂടെയും അല്ലെ, അതിലൂടെ നമ്മുടെ താപനിലയെ കുറയ്ക്കുന്നു. തണലിലൂടെ നമുക്ക് ഈ പറയുന്ന ഒരു തണുപ്പ് ലഭിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ താപനിലയെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവയിൽ നിന്നും വനങ്ങൾ സംരക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഉള്ള കാര്യമല്ലേ. നമ്മുടെ സഹോദരങ്ങളെ, നിരവധി പേരെ നമുക്ക് നഷ്ടപ്പെട്ടത് വയനാട്ടിലെ വലിയ ഉരുൾപൊട്ടലിലൂടെ നമുക്ക് നമ്മുടെ വലിയ കുറേയധികം സഹോദരങ്ങളെയും കുഞ്ഞുമക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ വലിയ തീവ്രമായ ഈ പറയുന്ന ഉരുൾപൊട്ടലിനെ ഒരു വലിയ ഗതിയിലേക്ക്, ഇതിലും വലിയ ഗതിയിലേക്ക് പോകുമായിരുന്നു അവിടെ എന്തില്ലായിരുന്നു എങ്കിൽ, വനസമ്പത്തില്ലായിരുന്നു എങ്കിൽ അതിലും വലിയ രീതിയിലേക്ക് പോകുമായിരുന്നു. എന്ന് വെച്ചാൽ വലിയ തോതിൽ അവിടെ ശരിക്കും സസ്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് സസ്യങ്ങളൊക്കെ കടപുഴകി വേരോടെ മുറിഞ്ഞിറങ്ങി വരുന്നതൊക്കെ നിങ്ങൾ ചിലപ്പോൾ വീഡിയോകളിൽ കാണുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഇത്തരം മണ്ണിടിച്ചിലുകളെയും മണ്ണൊലിപ്പുകളെയും തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് നേരിക്കാണാൻ പറ്റില്ല. അവരങ്ങനെ ഉറച്ചവിടെ ഭൂമിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെയോ സസ്യങ്ങളുടെ ജൈവാവശിഷ്ടങ്ങൾ മണ്ണിന്റെ ഫലപുഷ്ടി, മണ്ണിന് നല്ല വളക്കൂറുണ്ടാക്കുന്നു അല്ലെ. സസ്യങ്ങൾ ജീർണിച്ച് അഴുകി മണ്ണിനോട് ഇലിഞ്ഞു ചേരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. അത് നമുക്ക് നേരിട്ട് അത് ഫലപുഷ്ടമായെന്നു അറിയുന്ന എങ്ങനെ, ചുറ്റുമുള്ള സസ്യജാലങ്ങളോ അവിടെ വളരുന്ന ചെടികളോ വലിയ സമൃദ്ധമായി വളരുന്ന കാണുമ്പോൾ നമുക്കറിയാം നല്ല രീതിയിൽ ആ മണ്ണിൽ ഫലപുഷ്ടി ഉണ്ടെന്ന്. അതിനൊരു കാരണമാകുന്നത് ഇങ്ങനെയാണ്. പിന്നെ വനങ്ങൾ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ മഴയുടെ സ്വാധീനം കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്രമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്താണ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഞാൻ പറഞ്ഞതുപോലെ അല്ലെ, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതൊക്കെ എന്താണ് ഒരു പരോക്ഷ നേട്ടമാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ വനങ്ങൾ സംരക്ഷിക്കുന്നത്. നമുക്ക് നേരിട്ട് അത് എടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നമുക്ക് ഇൻഡയറക്ട്ലി അത് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സംരക്ഷണം മരുഭൂമിവൽക്കരണം തടയുന്നു അല്ലെ. മണ്ണിന്റെ ജലസംക്രമണം നിലനിർത്തുന്നു, മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നത് വഴി അതൊരു മരുഭൂമിയാകാനുള്ള, ഈർപ്പമില്ലാത്ത വരണ്ട മൺപ്രദേശമായി പോകാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിൽ വലിയ തോതിൽ ആര് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന വനസമ്പത്ത് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ ഇപ്പോൾ സംഘടനകളിലേക്ക് വന്നു കഴിഞ്ഞാൽ IUCN, WWF വേൾഡ് വൈൽഡ് ഫണ്ട് എന്ന് പറയുന്ന WWF, അതുപോലെ ഗ്രീൻ പീസ്, അതുപോലെ നമ്മുടെ വാങ്കായിയുടെ
എന്തായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സംഘടനയായിരുന്ന നമ്മുടെ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ടായിരുന്ന സംഘടനകളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. സംഘടനകൾ കാര്യങ്ങളും ഒക്കെ ഒന്ന് കൃത്യമായി നോക്കിയിട്ട്. അപ്പോൾ സ്ഥിരമായി ചോദിച്ച് കണ്ട കുറച്ച് ഫസ്റ്റ് മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. സമയപരിമിതികളൊക്കെ ഉണ്ട്, പക്ഷെ നന്നായി പരീക്ഷ എഴുതണം, നല്ല ആലോചിച്ച് പരീക്ഷ എഴുതണം. എല്ലാ വിഷയങ്ങളെയും നല്ല മനസ്സിരുത്തി വായിച്ച് നന്നായി മനസ്സിലാക്കി നന്നായി എഴുതുക. സ്വപ്നങ്ങൾ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റട്ടെ. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി മനോഹരമായ വീഡിയോകളും മറ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഞാൻ ബൈ പറയുന്നു. ബൈ.